തമ്പനയിൽ കണ്ട പോലെ തന്നെ ഹാരിയർ നമ്മൾ വിൽക്കണ സമയത്ത് ഏകദേശം 20 ലക്ഷത്തോളം രൂപ നമ്മൾ ലോസിലാണ് ആ ഒരു വണ്ടി കൊടുത്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടൊന്നല്ല, വണ്ടിയൊക്കെ നല്ല വണ്ടിയാണ്. പക്ഷെ അത് എന്തിനാ പറയാ, നമ്മളത് എത്ര സർവീസ് ചെയ്താലും അവരാ ചെയ്യണ സർവീസിൽ ഒരു തൃപ്തി വരില്ല എന്ന് പറയില്ലേ. അതൊട്ടുമിക്ക എല്ലാവരും എനിക്ക് തോന്നുന്നു ആ ഒരു വണ്ടി 2-3 വർഷമൊക്കെ ഉപയോഗിക്കുള്ളൂ, അതിനുള്ളിൽ തന്നെ വിൽക്കുന്നു. വണ്ടികളെ സ്നേഹിക്കണവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ ഒരു സർവീസ് എന്ന് പറയുന്ന ഒരു ഐറ്റം. അപ്പൊ ഞാന് പിന്നീടും ഹാരിയർ റിവ്യൂലേക്കൊക്കെ പോവാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടും നമ്മള് ടാറ്റയുടെ ഭാഗത്തേക്ക് പോകണില്ല. നെക്സോൺ എടുത്തു, ഒഴിവാക്കി. അതേപോലെ തന്നെ ഹാരിയർ എടുത്തു. നല്ലൊരു വണ്ടി കിട്ടാണ്. നല്ലൊരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല സ്പേസും എല്ലാ കാര്യങ്ങളും പക്ക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനത്തെ ഒരു അത്ര നല്ലൊരു വണ്ടി വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഓരോ വട്ടം കംപ്ലൈന്റ് വരുന്ന സമയത്ത് നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോകുമ്പോൾ അത് ശരിയാക്കി എന്ന് പറയും, വീണ്ടും വരും. അവർ സർവീസ് ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ടെക്നിക്കലി വലിയ നോളജും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ആ ഒരു വണ്ടിയുടെ സർവീസും ചെയ്തു. നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് വണ്ടി കൊടുത്തത്. വണ്ടിക്ക് കംപ്ലൈൻസ് ഒന്നും ഇല്ല. പക്ഷെ സർവീസ് സെന്റർ നിങ്ങൾ നല്ലതിലല്ല കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടീനെ വെറുക്കുന്നു പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വണ്ടി കൊടുത്തേക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ കേട്ടോ. അതായത് വണ്ടികളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണ ആൾക്കാരുണ്ടാവില്ല. അതായത് ചെറിയൊരു സ്ക്രാച്ച് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ, ഉറക്കം വരാത്തൊരു അവസ്ഥക്ക് വരില്ലേ. ഇങ്ങനെയുള്ള ഈ ഒരു വണ്ടി നമ്മൾ സർവീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വീണ്ടും വീണ്ടും സെയിം കംപ്ലൈൻസിന് വേണ്ടിയിട്ട് ഒരു 5-6 വട്ടം ഇങ്ങനെ കൊണ്ടിടിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ആ ഒരു വണ്ടി കൊടുത്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി പോകാൻ വേണ്ടി പോണത്, അയ്യോ വൈപ്പർ ഉണ്ടല്ലോ വണ്ടിക്ക്, ഇവന്തിരി ചെയ്യണ മഴയത്ത് വെള്ളം മൊത്തം അടിച്ചെടുക്കുന്നത്. അയ്യാ. അപ്പോൾ നമ്മൾ ഇനി പോകാൻ വേണ്ടി പോണത് വേറൊരു ബ്രാൻഡിലേക്കാണ്, EVയിലേക്കാണ് കേട്ടോ. EV എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 8 കിലോമീറ്ററിന് അടുത്താണ് നമ്മുടെ ഹാരിയറിന്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത്. 8-10ഒക്കെയാണ് ശരിക്കും കിട്ടി പറഞ്ഞത്. 15 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ഓടിച്ചിട്ടാന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരു വണ്ടി 60-70 മേലെ ഒന്നും ഓടിക്കാറില്ല. അങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വേറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു റേഞ്ചിൽ മൈലേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു മാസം എങ്ങനെ പോയൊരു 10-20,000 രൂപ നമുക്ക് ഡീസൽ എക്സ്പെൻസ് മാത്രം വന്നോർന്നു. അതേപോലെ തന്നെ 25,000 രൂപയ്ക്കാണ് ആ ഒരു വണ്ടിയുടെ സർവീസ് കോസ്റ്റ്. നമ്മളിപ്പോൾ കിലോമീറ്റർ ആയില്ലെങ്കിൽ പോലും ഡേറ്റിനനുസരിച്ച് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ഉള്ള ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു സെഗ്മെന്റിലെ വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഓട്ടമില്ല. ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സർവീസ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗം കുറച്ചുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള എക്സ്പെൻസ് വന്ന കാരണം ഞാൻ ആ ഒരു വണ്ടി ഒഴിവാക്കിയിട്ട് EVയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ അന്വേഷിച്ചിടത്തോളം വാല്യൂ ഫോർ മണി എന്നൊക്കെ എനിക്ക് തോന്നി. അതായത് നല്ല പവർഫുള്ളാണ്, അതേപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ലോഡഡ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ അൺലിമിറ്റഡ് കിലോമീറ്റർ ബാറ്ററി വാറന്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരേ ഒരു വണ്ടി എനിക്ക് ഉള്ളതെന്ന് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ബ്രാൻഡ് തന്നെ ഞാൻ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ബ്രാൻഡുകളിലേക്ക് പോകില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് മഹേന്ദ്രയുടെ ഷോറൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് ഇപ്പോഴും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഏത് വണ്ടി വാങ്ങണം എന്നുള്ള ഒരു കാര്യം. അവിടെ എത്തിയതിന് ശേഷം എനിക്ക് തീരുമാനിക്കണം ഗൈസ്. അപ്പോൾ ഫൈനലി മഹേന്ദ്രയിൽ വന്നിട്ട് ഇതാണ് ഞാൻ നോട്ടിട്ടുണ്ടാകുന്ന വണ്ടി എന്ന് പറയുന്നത് കേട്ടോ. അതായത് B6. പക്ഷെ ഇത് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ചെറിയൊരു വണ്ടിയായി പോയി എന്നൊരു ഡൗട്ട്. അതായത് നമുക്ക് കൂടുതലും ഫ്രണ്ട്സ് ആയിട്ടുള്ള യാത്ര കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വേണം. അത് ഈ ഒരു വണ്ടിയിൽ കുറവാണ്. മറ്റേ വണ്ടീനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ ഈ ഒരു വണ്ടിയുടെ ഫാൻസ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഇതിനേക്കാളും ഇത്തിരി കൂടെ എന്താ പറയുക, കുറച്ച് അധികം നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടി, ഫാമിലി യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വണ്ടിയായിട്ട് തോന്നിയത് ഈ ഒരു മോഡലിനാണ് കേട്ടോ. ഇത് രണ്ടും സെയിം വീൽ ബേസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഇതൊരു ചെറിയ വണ്ടിയാണ് ഇതിൻ്റെ മുമ്പിൽ വെച്ച് നോക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഭാവിയിലാവണ സമയത്ത് സ്പേസിന് വലിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു വണ്ടിയിൽ ആ ഒരു പ്രശ്നം എനിക്ക് ഫീലേ ചെയ്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. റേഞ്ച് കാര്യങ്ങളൊക്കെ സെയിം ആണ്, ചാർജിങ് ടൈം കാര്യങ്ങളൊക്കെ സെയിം ആണ്, വാറണ്ടി സെയിം ആണ്. ആ കൂടെയുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസിലുള്ള വ്യത്യാസം, അതേപോലെ തന്നെ ഫീച്ചേഴ്സിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് പക്ക ലക്ഷറി ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇൻറ്റീരിയറൊക്കെ ഒരു വൈറ്റ് കളർ, അതായത് നല്ല രീതിയിൽ ആ ഒരു ലക്ഷറിയസ് ഫീലിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ചെളിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെടും അമ്മാതിരിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ മറ്റേ വണ്ടീനായിട്ടും നല്ല രീതിയിൽ കൂടുതലുണ്ട് കേട്ടോ. അതായത് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പോർട്സ് കാർ പോലെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ഒരു ഫാമിലി പർപ്പസിനും കൂടെ ഈ ഒരു വണ്ടി പക്കയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. 32 ലക്ഷം 36 ലക്ഷം 4 ലക്ഷം രൂപയുടെ വ്യത്യാസങ്ങളാണ് രണ്ട് വണ്ടിക്കും വരുന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതിലും ഈ ഒരു ഓട്ടോ പാർക്കിംഗ് അങ്ങനെയുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, 360 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ബാക്കിൽ സീറ്റിൽ സ്പേസ് ഉള്ള പോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് സീറ്റ് ഉണ്ടല്ലോ, ഇത് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. ഇതൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ 4+2 പേർക്ക് മടിയിലിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ മറ്റേ ഹമ്പ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭയങ്കര സ്പേസ് ഉള്ള ഭയങ്കര ഒരു വണ്ടി പോലെ. മറ്റേതൊരു ടോയ് കാർ ഫീൽ, അതായത് എന്തിട്ടിപ്പോൾ പറയുക, വേറൊരു ടൈപ്പ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയുണ്ട്. എനിക്ക് ഈ ഒരു വണ്ടിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിനിങ്ങനെ
മാലപ്പടക്കം പോലെയാണ്. എന്നിട്ട് ഇപ്പോൾ പോയത് ഇതിൻ്റെ സറൗണ്ടിങ്ങും മറ്റേ സ്പീക്കറിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് കേട്ടോ. 16 സ്പീക്കറുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ നോക്കിയേ അറ്റം വരെ. ഇതാണ് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇരുന്ന് വരെ, അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് മ്യൂസിക് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അപ്പുറത്തെ സ്ക്രീനിലേക്ക് ഷെയർ ചെയ്യാം. ബാക്കിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ കാണാം, ഫ്രണ്ടിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ കാണാം. ഇപ്പോൾ അവിടെ മീറ്റർ കൺസോളും, അതായത് വല്ലാത്തൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്നൊക്കെ പറയില്ല. എന്തായാലും ഒരു 3-4 കൊല്ലത്തേക്ക് ഈ ഒരു ഡിസൈനിലൊക്കെ ആയിരിക്കും വണ്ടികൾ ഇറങ്ങാം. ഒറ്റ വണ്ടിയുടെ പോലെ പണി കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. വിൽക്കുന്ന സമയത്ത് 20 ലക്ഷം രൂപയാണ് കണ്ണികൂടെ പോയത്. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 4 ലക്ഷം രൂപയുടെ ഡിഫറൻസിൽ കുറച്ചും കൂടെ സ്പേസും അതേപോലെ തന്നെ എന്താ പറയുക വല്ലാത്തൊരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇതിലാണ് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ഈ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. മറ്റേ വണ്ടിയിലേക്കൊക്കെ പോയി കഴിയുന്ന സമയത്ത് അതൊരു കേബിള് തരത്തിലേക്കാണ് ശരിക്കും വരുന്നത്. കേബിളല്ല, ടൈ എന്നൊക്കെ പറയില്ല, ആ ഒരു തരത്തിൽ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതിൽ ഓറഞ്ച് വേരിയൻ്റ് ഇല്ല, എനിക്ക് ഈ ഒരു കളർ വേരിയൻ്റ് ഇഷ്ടമായത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു തരത്തിലാണ് വരുന്നത്. ചിലപ്പോൾ നനഞ്ഞൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് കണ്ടറിയേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിന് ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയുക, ഒരു കോക്പിറ്റിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ്. കംപ്ലീറ്റ്ലി വേറൊരു കാണാത്തൊരു ഡിസൈനാണ് ഇത്. ഇപ്പോൾ ഈ ട്രെയിൻ സീറ്റിൽ തന്നെ കണ്ടില്ലേ, ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളല്ല, പ്രാക്ടിക്കലി ഞാൻ ചിന്തിച്ച കാരണം എനിക്ക് ഈ ഒരു വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ എന്നിട്ട് പറയാം കേട്ടോ, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളൊരു കാര്യം പറയാം. എനിക്ക് ഫീച്ചേഴ്സും അതേപോലെ തന്നെ സ്പേസാണ് ഞാൻ നോക്കണത്. അതുകൊണ്ടാണ് ആ ഒരു 4 ലക്ഷം രൂപയുടെ ഡിഫറൻസ് നോക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഒരു വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓടിച്ചോട്ടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയണ്ട. അതായത് ടയർ ലൈഫ്, അതേപോലെ തന്നെ സർവീസിൻ്റെ കാര്യത്തിൽ പെടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ആളുടെ തന്നെ ചോദിക്കാം. ബൂട്ട് പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ശരിക്കും എഞ്ചിനില്ലാത്ത തന്നെ സ്റ്റോറേജ് ഉണ്ടാവില്ലേ, അത് തുറന്നു വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വയ്ക്കാല്ലേ, ബീർ കുപ്പിയും അതെ പുറന്ന്. ഇതിൻ്റെ ഫ്രണ്ടിൽ ശരിക്കും ഇത്തരത്തിലുള്ള ചെറിയൊരു സ്പേസാണ് കേട്ടോ വന്നേക്കണത്. ആ ഒരു കാര്യത്തിലും ഈ ഒരു വണ്ടി റിച്ചാണ്. അതൊന്ന് തുറന്നു കാണിക്കും ബ്രോ. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളെന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള സ്റ്റോറേജ് ഒക്കെ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പം വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഇതിൻ്റെ അടിയിൽ വയ്ക്കല്ലേ, ഓ ഒരു മിനി ബാർ സെറ്റപ്പൊക്കെ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. നല്ല വലിയ ഡൗട്ടാണ് എഞ്ചിൻ ചൂടാകുമ്പോൾ ബീർ ചൂടാവില്ലെന്ന്. ഈ വീല് ഇത് ഇഷ്ടമായിട്ട് എനിക്ക്. ഇതുപോലെ ഡാൻസിങ് കാറൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് കാണിക്കാം. അതാകുമ്പോൾ കുറേ വ്ളോഗ് ഇടാമല്ലോ. ടെസ്റ്റ് ഡ്രൈവിന് മുമ്പ് ഇതാണ് കേട്ടോ കളർ വേരിയൻ്റുള്ള ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക്. പക്ഷേ ഇത് ഭയങ്കര ചെറിയ വണ്ടി ബ്രോ. അതെന്താ അങ്ങനെ ബാക്കിലേക്ക് നടന്നു വരുമ്പോൾ കുഴപ്പമില്ല. അതായത് ഈ ഒരു ഭാഗമാണല്ലോ ശരിക്കും വീർത്തിക്കണ ഒരു ഏരിയ എന്ന് പറയുന്നത്. ബ്ലാക്ക് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ഇതിൽ കുറേ ആക്സറീസും കാര്യങ്ങളൊക്കെ ഇവർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 25,000 രൂപയുടെ ആക്സറീസാണ്. അതായത് ഈ പറയണ റെയിൻ കവർ, ഫുഡ് പെഗ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആക്സറീസിൽ പറഞ്ഞാണല്ലോ. പക്ഷെ ബ്ലാക്ക് ഭംഗിയൊക്കെ ഉണ്ട്. എനിക്ക് വയ്യ, ഒരു വട്ടം ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് കഴുകി തോറ്റതാണ്. അതുകൊണ്ട് നമ്മൾ കളറ് ആ ഒരു കളർ വേണ്ടെന്നാണ് ശരിക്കും വിചാരിച്ചേക്കുന്നത് കേട്ടോ. വേറെ കളറുകൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്താണ് വണ്ടികളാണ് നിങ്ങളുടെ ഈ സർവീസ് സെൻ്റർ ആണോ ഈ ബാക്ക് വരെ? പൊടിച്ചിപ്പൊക്കെ എടുക്കണല്ലോ. അതെ, കണ്ടമാനം വണ്ടികൾ പോകണ്ടെന്നുണ്ടല്ലേ. ഇത് മുതലാണ് കേട്ടോ. ഇത് ഇറക്കിയത് രക്ഷയില്ല അമ്മാതിരില്ലേ. പ്രൈസിങ് മാത്രല്ല ബ്രോ, വണ്ടി മാരക ലുക്കല്ലേ. ഒരു മെൻ കാർ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മാറി. മറ്റേ പണ്ടത്തെ ആൾക്കാർ മറ്റേ ബുള്ളറ്റ് ഒക്കെ വാങ്ങിച്ചു പറഞ്ഞില്ലേ, ഒരു പൗരുഷൻ എന്നുള്ള ഒരു തരത്തില്, ആ ഒരു തരത്തിലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മഹീന്ദ്രയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി അതപ്പോ EVs ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഓ കുറെ വണ്ടികൾ വേറെ ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ റോട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ 700 അത്യാവശ്യം ഉണ്ടല്ലേ. അതേത് കളറ്? റെഡ് ആണോ? അത് മാറ്റാണോ തന്നെ? ഓ അതിന്റെ ഒരു ഫിനിഷിംഗ് ആണല്ലേ. നമ്മുടെ വണ്ടി BPF ചെയ്ത ഒരു തരത്തിലേക്ക് മാറില്ല. അതിന്റെ ഞാനിപ്പോ ഫസ്റ്റ് കണ്ട കളർ ഏതായിരുന്നു ശരിക്കും? അത് മറ്റേ പ്രീമിയം കാറുകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു കളറല്ലേ. നീ ആ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ഇന്റീരിയർ വരും, ബ്ലാക്ക് റെഡ് ഒക്കെ ആയിട്ട് വരും. അല്ല നോർമലി അങ്ങനെയാണ് ശരിക്കും നടക്കാറ്. വണ്ടി എടുത്തതിന് ശേഷം ഇന്റീരിയറിൽ ഫുഡില് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതേപോലെയൊക്കെ ആവാണോ. ഇത് വേറൊരു കളറാണല്ലേ ബാക്കിൽ കിടക്കുന്നത്. ആ ഇത് ബ്ലൂ ആണോ? ഇതൊരു ബ്ലാക്ക് കളറിന്റെ പോലത്തെ കേട്ടോ. പക്ഷെ അടുത്തേക്ക് വരുമ്പോൾ വെളിച്ചടിക്കണ ഭാഗങ്ങളിൽ മാത്രം ഒരു ബ്ലൂ ഷെയ്ഡ് കാണാനായിട്ടുണ്ട്. ഇതിന്റെ ഇന്റീരിയറിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ബ്ലാക്ക് ആണോന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്, എന്ന് വെച്ചാൽ ബ്ലൂ ആണല്ലേ. അതായത് 700 വന്നിട്ടുള്ള പോലത്തെ ഒരു കളർ വേരിയന്റ് അനുസരിച്ചിട്ട് വില വ്യത്യാസം വല്ലതും ഉണ്ടോ? എല്ലാ വണ്ടിക്കും ഒരു വിലയാണല്ലേ. അതേപോലെ തന്നെ ഇവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കളറുണ്ട് ടോട്ടൽ? 7
7 കളറിൽ ഇപ്പോൾ ഏകദേശം 3-4 നമ്മൾ കണ്ടു. ഞാൻ അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കളറുകൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ മറ്റേ ഒരു മാറ്റ് ഗ്രീൻ പോലത്തെ അല്ലേ? ഗ്ലോസി തന്നെ, മഴ പെയ്തിട്ട് മാറ്റ് പോലെ ചെയ്തുണ്ട്. ഇതൊരു ഗ്രീനാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്തിനാ ബ്രോ? ഡീപ് ഫോറസ്റ്റ്. ഇതൊരു ഗ്രീനാണോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, വെള്ളം പറഞ്ഞപ്പോൾ വേറൊരു കളറായി. പിന്നെ ഓറഞ്ച് എന്തായാലും B6 മാത്രമേ വരുന്നുള്ളൂ, മറ്റേതിൽ വരുന്നില്ല. റെഡ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് കോമൺലി വരുന്ന കളറുകൾ. ഒരു വൈറ്റും വരുന്നുണ്ട്. വൈറ്റ് പിന്നെ പറയാൻ തന്നെ നിങ്ങൾക്കറിയാലോ. വേറെ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ. മാറ്റാണോ അത്? ഗ്ലോസി വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, അവിടെ ഒരു ഗ്ലോസി വൈറ്റ് നിങ്ങൾക്ക് കാണാം. ഇത് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ ഭയങ്കര കളർഫുൾ അല്ലേ. മറ്റേത് ശരിക്കും ഒരു RC കാർ, ഊതി കുറിപ്പിച്ചൊരു RC കാർ. ഒരു രക്ഷയില്ല, പവറും ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വണ്ടി. ഇത് അത്യാവശ്യം നല്ല വലിപ്പുണ്ടല്ലേ. ആ കാണുന്ന കളർ. ഞാനിത് വലിപ്പുണ്ട് എന്ന് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറിന് അനുസരിച്ചിട്ട് വണ്ടിയിൽ വലിപ്പം കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടികൾ എല്ലാ കളറും ഒരേ വലിപ്പം തന്നെയാണ്, പക്ഷേ ഓരോ വണ്ടിക്ക് അനുസരിച്ച് കളറിനനുസരിച്ച് വണ്ടിയിൽ വലിപ്പ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ബ്ലാക്കിന് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടി വലിയ ഭീകരമായിട്ടുള്ള ഒരു വണ്ടി പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുക. എനിക്ക് ഇതിന്റെ ബാക്ക് സൈഡ് മാത്രമാണ് ശരിക്കും ഇഷ്ടമാണ്ടിരുന്നത്. ഒരു ചെറിയ പെട്ടിക്കൂട് പോലെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതെനിക്ക് തോന്നുന്നു ആ ബൂട്ടിന് വേണ്ടിയിട്ട് വലിച്ചു കിട്ടി തന്നോണ്ടല്ലേ. ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കിടക്കാം. ടെസ്റ്റ് ഡ്രൈവ് B6 കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതൽ ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് വന്നിട്ടില്ല. അമ്മാതിരി ആൾക്കാരാണെന്ന് തോന്നുന്നു ടെസ്റ്റ് ഡ്രൈവ് അടിച്ചോണ്ടിരിക്കുന്നത്. ബ്രോ ഒരു ദിവസം എത്ര പേര് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി? അത്യാവശ്യം ഒരു 10-30 അത്ര ആൾക്കാർ വേണ്ട. നല്ല രീതിയിൽ കയറി പോകണമെന്നൊന്നുമില്ല മഹേന്ദ്രയുടെ വണ്ടികളുമ്പോൾ. മറ്റേ വണ്ടി ഇതേപോലെ ഒന്നുമില്ല കേട്ടോ. അതൊന്നും കൂടെ ഇത് പിള്ളേർക്കുള്ള വണ്ടിയില്ലേ. അതായത് ഭയങ്കരമായിട്ട് സ്പോർട്ടി ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടിയിൽ ഭയങ്കരമായിട്ട് ഈ പവറിലൊക്കെ ഓടിക്കണവർക്ക് പറ്റിയിട്ടുള്ള ആ ഒരു തരത്തിലൊരു കോക്ക്പിറ്റ് പോലെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഈ ഒരു തരത്തിലാണ്. പക്ഷേ നമുക്ക് എന്തായാലും മറ്റേ തരത്തിലുള്ള വണ്ടി മതി. ഇതിന് പുഷ് ബട്ടൺ തന്നെയല്ലേ വരുന്നത്. ഇതിൻ്റെ ഈ സൈഡിലാണല്ലേ. മറ്റേ വണ്ടിയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലൊക്കെയാണെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവണം. അതിൻ്റെ ഒരു സൗണ്ടൊക്കെയാണ്. പിന്നെ EVക്ക് സൗണ്ട് ഇല്ല എന്ന് പരാതി പറയണവർക്ക് വേണ്ടിയിട്ട് ഇതിൽ വേറൊരു ഫീച്ചർ ഉണ്ടല്ലേ. ഫീച്ചർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് V8-ൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻലൈൻ 6-ൻ്റെയോ ഏതിൻ്റെ വേണമെങ്കിൽ സൗണ്ട് ആക്കാം. അതെങ്ങനെ ബ്രോ? അത് ഏത് ഓപ്ഷനിൽ നമ്മൾ കണ്ടേ? ഇതിലും സൗണ്ട് കൂട്ടാം. എടാ ഇതിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല രണ്ട് വണ്ടികളും ലുക്കിലും. അതേപോലെ തന്നെ ഇത് പുറത്തേക്ക് കേൾക്കാൻ പറ്റുമോ? ഇതിൽ കുറച്ചുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ സൗണ്ട് ഉണ്ടോ? സൗണ്ട് കൂട്ടാൻ പറ്റുമോ? ഇതിപ്പോ പുറത്താണോ അകത്താണോ? അതായത് വണ്ടി ഓടിക്കുമ്പോൾ ആക്സിലേറ്റർ അറിയാണ്ട് കാല് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സൈലന്റാന്ന് പറയില്ല ഈ മോഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഡൗട്ട് കേട്ടെ, ഇതിപ്പോ നമ്മള് വണ്ടി സൗണ്ടിലിട്ട് ഓഫ് ആക്കി പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സൗണ്ട് ഉണ്ടാവൂല്ലേ? അതായത് മറ്റേ പ്രിസെറ്റ് പോലെ സെറ്റ് ചെയ്ത് വയ്ക്കാം. വണ്ടി ഓടിച്ചോട്ടെ. അപ്പൊ ഈ വണ്ടിയൊക്കെ പോലെ ആയിരിക്കില്ല ആ വണ്ടിയും. തിരക്കാണ് കേട്ടോ. അതായത് മറ്റേ വണ്ടി ഫുള്ള് ടെസ്റ്റ് ഡ്രൈവ് ബുക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് ശരിക്കും തുടങ്ങാൻ വേണ്ടി പോണത്. റണ്ണിങ്ങിൽ സൗണ്ട് പറഞ്ഞില്ല വണ്ടിയുടെ. അല്ല ഇത്ര ഈ ബ്രേക്കിംഗ് കുറയ്ക്കാൻ പറ്റും. ഭയങ്കര കൂടുതലായാലോ. സീറ്റ് എന്താ അവസ്ഥ? ഇതിനുള്ള അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ എന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാണ്ടാ. എത്ര സൈഡിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതായത് മീറ്ററിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് അങ്ങനെ സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പണ്ട് നമ്മുടെ കീയിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങനെ ബേസിക് ആയിട്ട് നോർമലി വരുന്ന എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് സട്ടൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ വരണ വണ്ടികൾ ഇടിക്കും. അത് മാത്രമാണ് ഒരു പേടി. ഇവിടെ ഇതിൽ എത്ര മോഡലുണ്ട് ശരിക്കും? 4 മോഡുകളായിരുന്നു. ഇതെന്താ ഇങ്ങനെ ബ്രേക്ക് ഭയങ്കര കൂടുതലല്ലോ? അത് ഫസ്റ്റ് ടൈം ഞാൻ മീൻസ് മഹേന്ദ്ര DB ഓടിക്കണോണ്ടായിരിക്കും. എല്ലാ വണ്ടിക്കും ഇങ്ങനെ ബ്രേക്ക്. മറ്റേത് എത്ര വരുന്നുണ്ട്? ബ്രേക്കിംഗ് അത്യാവശ്യം നല്ല രീതിക്ക് പിന്നെ നമ്മൾ ആ ഒരു റീജനറേഷൻ ഓൺ ആക്കിയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ആക്സിലേറ്റർ എടുക്കുമ്പോൾ പതുക്കെ സ്ലോ ഡൗൺ ആയി. ഇത് ഭയങ്കര ഇതാട്ടാ, ഭയങ്കര പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കുറെ വണ്ടികൾ നോർമല് കാറോട് ഓടിച്ചിട്ടേ പിന്നെ ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര പഞ്ചിങ് ബ്രേക്കിങ് പിടിച്ചപ്പ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയില്. അതുപോലെ തന്നെ നല്ല പവർഫുൾ ആണ് കേട്ടോ. ഇവിടെ ഇപ്പൊ നമുക്ക് കാണിക്കാനുള്ള റോഡും ഇല്ല. കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വണ്ടി എടുക്കുമ്പോൾ ഫൈൻ വരും. 250 അല്ലേ? 250 bhp പവർ എന്ന് പറയുമ്പോൾ ഈ സെഗ്മെന്റിൽ വേറെ വണ്ടികളില്ല ഈ പ്രൈസിന്. 6.7 സെക്കൻഡ് അതല്ല ബ്രോ, 250 bhp എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ വേറെ ഏത് വണ്ടിയുള്ള കോമ്പറ്റ് ചെയ്യാൻ? ഹാരിയർ EV എന്തോരം വരുന്നുണ്ട്? അത് വണ്ടി എത്തിയിട്ടില്ല എന്നുകൊണ്ടല്ലേ? കുറെ നാൾ നോക്കി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയല്ലേ. അപ്പം മൈലേജിന്റെ ഇഷ്യൂ കാരണം ഈ പറഞ്ഞ പോലെ മാറ്റാൻ നിൽക്കുമ്പോൾ ഹാരിയറിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചു.
സീറ്റ് ബെൽറ്റ് ഇപ്പിടാം. രക്ഷയില്ലാട്ടാ. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കാല് കൊടുക്കുമ്പോ ബാക്കിലുള്ള ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഇടണ. അടിപൊളി. ഇത് രക്ഷയില്ലാട്ടാ. പവറിന്റെ കാര്യത്തിൽ ഈ ഒരു മുതൽ തന്നെ മതി ബ്രോ. എനിക്ക് അറിയണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഞാൻ ഈ ഒരു വണ്ടി എടുത്തു. ഇപ്പോൾ കുറെ ആൾക്കാർ പറയുന്നത് EV-കളുടെ ടയറൊക്കെ ഭയങ്കര മെയിൻ്റെനൻസ് കൂടുതലാണ്. അതായത് ഒരു 30-35,000 കിലോമീറ്ററിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഏകദേശം 1 ലക്ഷത്തോളം രൂപ ഒക്കെ പോകുന്നുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് 4 ടയറിന്. ഇതിന് ആ പ്രശ്നം ഉണ്ടായിരിക്കുമോ? നമുക്ക് ഇതിന്റെ ടയർ പുറത്ത് അവൈലബിൾ ആണോ? നമുക്കൊരു ടയറിന് നമുക്കൊരു 23,500 നമുക്ക് വരുന്നത്. ഞാൻ നോക്കണെന്ന് വെച്ചാൽ ഈ ഒരു വീലിന് പറ്റിയ ടയറുകൾ പുറത്ത് അവൈലബിൾ ആണോ? അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഏകദേശം ഇപ്പൊ അതെ അല്ലേ. നമ്മളിപ്പോ നോർമലി ഉപയോഗിക്കണവർക്ക് എത്രത്തോളം ഇത് മൈലേജ് കിട്ടുന്നുണ്ട് ടയറിന്? മൈലേജ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു 10,000 മേലെ കിലോമീറ്റർ ഓടിയിട്ടുള്ള വെഹിക്കിൾസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് വണ്ടി പോലെ നമുക്ക് ഒരു 10,000 മേലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു 35-40 ആ റേഞ്ച് എന്തായാലും കിട്ടും. ആ ഒരു റേഞ്ചിൽ കിട്ടേണ്ടതാണ്. അപ്പൊ ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് മെയിൻ്റെനൻസ് എന്ന് പറയാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം നോക്കട്ടെ. ഞാനിപ്പോ ഒരു 10,000 കിലോമീറ്ററിൽ ഒരു സർവീസ് വരുന്നുണ്ടല്ലോ, അതാണ് ശരിക്കും നോർമൽ വരുന്ന സർവീസ്. ഫസ്റ്റ് നമുക്ക് 2000 വരുന്നുണ്ട് ഒരു ചെക്കപ്പും കാര്യങ്ങളും. 2000 അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണോ അതോ? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സെക്കൻഡ് സർവീസ് നമുക്കൊരു 1000 റുപ്പീസ് ചെലവ് വരുന്നു. 1000 റുപ്പീസ്. അതായത് 10,000 കിലോമീറ്റർ ഓടിക്കാൻ കറണ്ട് ബില്ലിന് ശേഷം വരുന്നത് ഏകദേശം 1000 രൂപ മാത്രമാണല്ലേ. പിന്നെ ഇത് 600 കിലോമീറ്റർ ഓടുന്നു പറഞ്ഞ എന്തായാലും ഞാൻ വിശ്വസിക്കില്ല. നോർമൽ എത്ര? നമുക്ക് റിയൽ ലൈഫ് നമ്മളൊരു 500+ കിലോമീറ്റർ നമ്മൾ പറയുന്നത്. ഏകദേശം ഒരു 500 റേഞ്ച് ആണ്. 657 500 ഒക്കെ പ്രതീക്ഷിക്കാം. 500 നമുക്ക് കിട്ടും. സ്പോർട്സ് മോഡിലല്ല കേട്ടോ, നമുക്ക് നോർമൽ ഡിഫോൾട്ട് അല്ലെങ്കിൽ റേഞ്ച് മോഡിലാണ് ആ ഒരു റേഞ്ച് പറയുന്നത്. ഇപ്പൊ സാർ ഓടിക്കുന്നത് ഒരു ഡിഫോൾട്ട് മോഡിലാണ്. ഇത്ര പവർ ഉണ്ടോ? അപ്പൊ സ്പോർട്സ് മോഡ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പവറും കാര്യങ്ങളൊക്കെ കൂടും. ഭയങ്കര ഒന്നുകൂടെ ക്യുക്കാവുന്നോണ്ടിട്ട് എനിക്ക്. പിന്നെ 1.5 മണിക്കൂറിലാണ് ഇത് ഫാസ്റ്റ് ചാർജിങ് ശരിക്കും വരുന്നത്. 118 കിലോവാട്ട്സിൽ 170 കിലോവാട്ടിന്റെ വരെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിൽ സപ്പോർട്ടിങ് വരുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് 20-80% ചാർജ്. അതെല്ലേ. നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്ന ചാർജർ എന്ന് പറയുന്നത് ഇതൊന്നല്ല കേട്ടാ, 11 വാട്ട്സിന്റെ ആണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 7-8 മണിക്കൂർ വേണം ഈ ഒരു സംഭവം 0 to 100% എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ വണ്ടി വാങ്ങുമ്പോൾ കിട്ടുന്ന ചാർജറിൽ 1.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്നത്. അങ്ങനെയൊന്നല്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ നിലവിലില്ല. 6 പിന്നെ 11 അല്ലേ ഇതിന്റെ കൂടെ വരുന്ന ചാർജറുകൾ. അത് നമ്മൾ അഡീഷണൽ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. അത് ഉൾപ്പെടെയാണ് ശരിക്കും ഇതിന് ഓൺ റോഡ് പ്രൈസും ഷോറൂം പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നമുക്ക് ഈ സ്ലോട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും ബ്രോ ലോങ് ഒക്കെ പോണ സമയത്ത്? ഇല്ല, നമുക്ക് നമ്മുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഒരു ME4 എന്ന് പറഞ്ഞൊരു ആപ്പ് വരുന്നുണ്ട്. അതിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് ഉള്ളത്, അവിടെ നമുക്ക് വെഹിക്കിൾസ് ഉണ്ടോ അവൈലബിൾ ആണോ നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ കോട്ടയ്ക്കാനൊക്കെ പോയി പെട്ടുപോകും? ഇല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ ഓൾമോസ്റ്റ്. എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഈ ഒരു ലൈനിൽ തന്നെ നമുക്കൊരു 4 എണ്ണം വരുന്നുണ്ട്. ഈ ലൈനിൽ തന്നെ. അപ്പൊ ഒരു രാവിലെ ഒരു ഫുൾ ചാർജിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 600 കിലോമീറ്റർ 500 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത ചാർജിങ് സ്റ്റേഷൻ തപ്പിയാൽ മതി. ഇപ്പൊ ഈ എടുത്തതിന്റെ പേരിൽ റോട്ടിൽ പെട്ടൊന്നാണ് പലർക്കും ഡൗട്ടായിട്ട് കിടക്കുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ശരിക്കും ഈ മേഖല എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്ര പച്ച പിടിക്കാത്ത എന്നുള്ളൊരു കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ EV-കളുടെ എണ്ണം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ സ്റ്റേഷൻ്റെ എണ്ണം കുറവാണെന്ന് വെച്ചാൽ നോർമലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പോ വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സമയമാണെന്ന് തോന്നുന്നില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ സെയിൽ ചെയ്യണത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണവര് കേരളത്തിലെ കൂടെ ഇല്ലെന്നുണ്ടല്ലേ. അതായത് കട്ട വണ്ടി പ്രാന്തന്മാരൊക്കെ ഉണ്ടല്ലോ ഈ സർവീസ് സെന്ററിന്റെയും സർവീസിന്റെ ഇഷ്യൂ കൊണ്ടും പിന്നെ ഈ പെട്രോളിന്റെ വില വർധനവും ടാക്സും തേങ്ങയും വാങ്ങിയൊക്കെ കാരണം എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർ EV-യിലേക്ക് പോയി. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സ്പോർട്സ് ബൈക്ക് വിട്ടിട്ട് സ്പ്ലെൻഡർ അല്ലെങ്കിൽ ഇപ്പോൾ ബുള്ളറ്റ് അങ്ങനെയുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടിയിലേക്ക് മാറണ പോലെ പല ആൾക്കാരും ഇപ്പൊ EV-കളും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നു. അന്നത്തെ വണ്ടി പ്രാന്തന്മാര് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ചെലവും കാര്യങ്ങളൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് ശരിയാണെന്നുള്ളൊരു കാര്യം തോന്നിയിട്ടാ. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിയത്. മറ്റേ വണ്ടിയുടെ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിന്റെ വ്യൂ ഒന്നും കൂടെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? അതെല്ലേ. അതേപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ടൈറ്റ് ഈ ഒരു വണ്ടിയിൽ ഇല്ല കേട്ടാ. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. മറ്റേ വണ്ടി എടുത്തിട്ട് ഞാൻ പെട്ടുപോയത് സ്റ്റിയറിംഗിന്റെ നോയ്സും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ഞാൻ ചെക്കപ്പിന് കയറ്റിയിരുന്നു. പിന്നെ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്. അതേപോലെ തന്നെ മറ്റേത് ഹൈഡ്രോളിക് ആണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാണ്ട് വണ്ടീനെ ഞാൻ അങ്ങനെ കുറ്റമായിട്ട് പറയണല്ല. എന്നുവെച്ചാൽ അത് കറക്റ്റായിട്ട് ശരിയാക്കി തന്നെങ്കിൽ ഇടക്കിടക്ക് ഷോറൂമിൽ കയറേണ്ട ഒരു അവസ്ഥ വരില്ലല്ലോ. അപ്പോഴും ഞാൻ പറയുന്നത് സർവീസ് സെന്ററിന്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഇതിനാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പിന്നെ സർവീസൊക്കെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ബുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞേ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 1 വർഷം നമുക്ക് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 രൂപയോളം സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റും യൂട്യൂബ് അതേപോലെയുള്ള ഓൺലൈൻ സർവീസുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് കംപ്ലീറ്റ്ലി റിമോട്ട്ലി ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ വേറൊരു
സ്ഥലത്താണെങ്കിൽ പോലും ആ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് വണ്ടിയുടെ പല കാര്യങ്ങളും നമുക്ക് ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. ക്യാമറ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, റണ്ണിങ്ങിൽ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഒക്കെ നമുക്ക് മൊബൈൽ വെച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓ, അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. അതായത് ഒരു 3-4 വർഷത്തേക്ക് വരാൻ സാധ്യതയുള്ള പല കാര്യങ്ങൾ ഇതിലുണ്ട്. അഡാസ് ഉണ്ട്, അതേപോലെ തന്നെ ലൈൻ്റെ സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നില്ലേ. ഇതിൽ പൈലറ്റ് മറ്റേ എന്താ പറയുക, ഓട്ടോ പൈലറ്റ് അങ്ങനത്തെ വല്ല മോഡുണ്ടോ? അത് അപ്ഡേഷനിൽ കിട്ടും ഇനി? അതെല്ലേ, അങ്ങനെയുള്ള മോഡും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ലോങ്ങൊക്കെ പോയിട്ട് വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾ നമ്മളെയും കൊണ്ട് പൊക്കോളും. പിന്നെ പാർക്കിങ്ങും മറ്റേ പുറത്തേക്ക് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് ഇറക്കാനായിട്ട് പറ്റും. അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ബുക്കിംഗ് ഒരുപാട് സമയം എടുക്കും ബ്രോ? ഡിപ്പെൻഡ് ഓരോ കളറുകൾക്കും വേരിയന്റുകൾക്കും അനുസരിച്ചിട്ടാണ്. ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ മാക്സിമം ഡെലിവറി നമുക്ക് ഒരു 1 മന്തിനുള്ളിൽ തന്നെ നമുക്ക് തരാനായിട്ട് പറ്റില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കളർ ഏതെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂഷനാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരുപാട് ആൾക്കാർ B6 അതേപോലെ തന്നെ XCV9 ഫാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കളറുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ട് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഇടാം. ഇപ്പം ഇത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നു, വണ്ടി വാങ്ങാൻ പ്ലാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത്. പിന്നെ ഇതിന് മൂഡ് മാറ്റാൻ വല്ല സ്വിച്ച് ഉണ്ടോ ബ്രോ? അതായത് റണ്ണിങ്ങിന് തന്നെ ചെയ്യാൻ പറ്റില്ല നമുക്ക്? ഈ റോട്ടറി സ്വിച്ച് ഉപയോഗിച്ചിട്ടാണോ? ഇത് പ്രൈസ് മോഡാണോ? സ്ക്രീനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ റൈസ് മോഡിൽ ഇട്ടിട്ട് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് സീനാടാ, അങ്ങനെ കൊടുക്കല്ലേ? ബ്രേക്ക് പിടിച്ച പിന്നെ നിന്നോളൂ അല്ലേ? അത് പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാ വണ്ടിയും ബ്രേക്ക് പിടിച്ചാൽ എവിടെ നിൽക്കുന്ന കാര്യത്തിലാണ്. അതിൽ ഈ വണ്ടിക്ക് വലിയ പ്രശ്നം. എന്റെ പൊന്നി, ഇത് സീനാട്ടാ. ഇത് ശരിക്കും ഒരു സ്പോർട്സ് കാർ പോലെ അല്ലേ? സൗണ്ട് ഉള്ള കാരണം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. EV ഓടിക്കണ പോലത്തെ ഒരു സംഭവങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഓട്ടോ മോഡ് എങ്ങനെയാ ബ്രോ? എനിക്ക് അതൊന്നും അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മുടെ ആ ഒരു ടെസ്റ്റിലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഓട്ടോ പൈലറ്റ് മോഡില് അത് തിരക്കുള്ള റോഡൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളതൊന്ന് ട്രൈ ചെയ്യണത്. റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണാനില്ല. മെനുവില് അത് റണ്ണിങ്ങിൽ ചെയ്യാൻ പറ്റും, ഡ്രൈവ് അസിസ്റ്റ്. ഓ, ഇതിപ്പോ വേണ്ട, ഡാസ് വെച്ചിട്ട് ഇപ്പൊ ഫ്രണ്ടിൽ പോണ വണ്ടീനെയാണ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന ലോറി നമ്മളെ ടെസ്റ്റിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്പോർട്സ് മോഡായ കാരണം അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കാലും കൊടുക്കാൻ പറ്റില്ല. സ്റ്റിയറിങ് ഭയങ്കര കൺട്രോൾ, വീഡിയോ ഗെയിം കളിക്കണ പോലല്ലേ? എന്റെ പൊന്നെ, ഒരു വീഡിയോ ഗെയിമിന്റെ എഫക്റ്റ് ആണ് കേട്ടാ. ഇത് സീനാ. വല്ലാണ്ട് ഞാൻ കാല് കൊടുക്കണില്ല. എന്തിനാ വെറുതെ? മഹേന്ദ്രയ്ക്കും പ്രശ്നമാവും, നമുക്കും പ്രശ്നമാവും. ബ്രോ, ഇതിപ്പോ നമ്മള് ഓട്ടോ പൈലറ്റ് മോഡ് ഇടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിർത്തണം? ഇതിപ്പോ വണ്ടികളൊക്കെ ഡിറ്റക്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ? ആ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും വണ്ടി വാങ്ങിച്ചതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതിൽ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്, നമ്മൾ അധികം പരീക്ഷണങ്ങളൊന്നും നടത്തണമെന്നില്ല. പറയാനാണെന്ന് വെച്ചാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ലൈനൊക്കെ ട്രാക്കൊക്കെ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റ് ചെയ്യണ പരിപാടികളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ 3 ലൈൻ ഉണ്ടായിരിക്കില്ല, അപ്പോൾ ഒരു ലൈനിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി എണീപ്പിച്ചോളൂ അല്ലേ? സ്റ്റിയറിംഗിന്റെ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരും. സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ബ്രോ ഇതിന് സേഫ്റ്റി ഉണ്ടാ? 5 സ്റ്റാർ റേറ്റിംഗിലല്ലേ വരുന്നത്? അതേപോലെ എത്ര എയർ ബാഗ്? 7 എയർ ബാഗ് വരുന്നുണ്ട്. അതായത് വേറെ ഒന്നും പറ്റില്ലല്ലോ, മഹേന്ദ്ര ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെടുന്നു വിചാരിക്കല്ലേ? പിന്നെ ഈ 35,000 രൂപയ്ക്ക് മിറർ എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ട് സംഭവം മെയിൻ്റെനൻസ് ഉണ്ടാ? മീൻസ് പാർട്സിനെ കൊടുക്കുന്ന വില ഉണ്ടാ? ക്യാമറ വരുന്നതല്ലേ? ഒരു മിററിന്റെ റേറ്റ് ആണല്ലോ 35,000 രൂപ. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ടയറിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പൊ പുള്ളിക്കാരനും നമ്മുടെ ഈ മഹേന്ദ്ര എന്നാണ് നമ്മൾ വണ്ടി ഇപ്പൊ ബുക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അവിടത്തെയും വർത്താനങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് 9ലേക്ക് പോവാന്നുള്ളത്. ഫീച്ചേഴ്സ് കണ്ടമാനുണ്ട്. അതായത് ഓരോ വ്ളോഗായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കേണ്ടതായിട്ട് വരും. ചെറിയൊരു വീഡിയോ ഇട്ടിട്ട് ഏകദേശം 60 ലക്ഷത്തോളം വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയേ അറിയാട്ടോ. ഈസി ആയിട്ടില്ല. ഓ, ശരിക്കും ഭയങ്കര ഇഷ്ടമായി. ഓടിച്ചൊക്കെ പറ്റാണിച്ചാ EVയിലേക്കൊക്കെ മാറി ചിന്തിക്കല്ലേ? മൈലേജും അതേപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നമായി നിൽക്കുന്ന ആൾക്കാർ, അതായത് സ്പെയറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി എന്ന് ജസ്റ്റ് ചിന്തിച്ചു ചോദിക്കുമോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത്. വേറെ ഒറ്റ വണ്ടിയോളം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും അടിക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഉറപ്പിച്ചു ഇത്രയും ഫീച്ചേഴ്സ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി വേറെ ഏതെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതായത് 35 ലക്ഷമാണ് നമ്മുടെ വണ്ടിയുടെ വില എന്ന് പറയുന്നത്. 36 അല്ലേ? ആ ഒരു റേഞ്ചിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ട് ഇടാം. ഡെലിവറി വീഡിയോയിൽ കാണാം.